ശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ തുളസിയെ വിളിച്ച് കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഏട്ടൻ്റെ കറക്റ്റ് അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തരണം എന്നിങ്ങനെ തുളസിയോട് പറയുമ്പോൾ തുളസി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറ് കൈയൊഴിഞ്ഞതല്ലേ, പിന്നെയും എന്തിനാ അഡ്രസ്സൊക്കെ? അത് അങ്ങനെ കൈയൊഴിയാൻ കഴിയുമോ? എഗ്രിമെൻറ്റും മറ്റുള്ളതല്ലേ, വാക്കാലല്ലോ, രേഖാമൂലമുള്ള എഗ്രിമെൻ്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ ഇതൊന്നായിരുന്നില്ലല്ലോ അത് സംസാരിച്ചത്. സാറിന് എന്തിനാ അഡ്രസ്സ്? അത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടിട്ട് തുളസിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ആണോ, എങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും, ഈ അഡ്രസ്സിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ്. പ്രസന്നയോട് തുളസി പറയുന്നുണ്ട് സന്തോഷത്തോട് കൂടിയിട്ട്, അതെ കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് ആ ചന്ദ്രമോഹൻ സാർ വരുന്നുണ്ടെന്നും, വലിയൊരു ദുരന്തമാണ് ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പ്രസന്നയ്ക്കാണെങ്കിൽ അത് കേട്ട് നന്നായി തന്നെ വിഷമാവുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അവിടേക്ക് മീനാക്ഷിയും എത്തുന്നു. അവൾക്കാണെങ്കിൽ അത് കേട്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല, കണ്ണുകൾ നിറയുന്നു. തുളസിയാണെങ്കിൽ സന്തോഷത്തോടെ ചിരിച്ച് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ സുഗുണനും ആശാനും ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സുഗുണനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവിടേക്ക് തുളസീധരൻ വരുന്നുണ്ട്, ഒരു ചായ എന്നിങ്ങനെ പറയുന്നു. പിന്നീട് സുഗുണൻ ചോദിക്കുന്നുണ്ട് തുളസീധരനോട്, അല്ല ഈ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാണെന്ന് ചോദിക്കുമ്പോൾ തുളസിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. അയാളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം ആശാൻ പറയുന്നുണ്ട്, അത് സുഗുണ നിനക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണെന്ന് അറിയാം. ഗർഭപാത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു അവയവമാണ്. അത് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല, വീടോ മറ്റോ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ. അത് നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. കുഞ്ഞില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് തുളസീധരൻ്റെ മകൾ മീനാക്ഷി നല്ലൊരു കർമ്മം ചെയ്തു. അത് നമ്മളെല്ലാവരും അംഗീകരിക്കണം, അത് കണ്ട് പഠിക്കണം. അല്ലാതെ ഇങ്ങനെ കളിയാക്കല്ല വേണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്, അല്ലാതെ കളിയാക്കിയതൊന്നല്ലെന്നിങ്ങനെ സുഗുണം പറയുന്നു. ഈ സമയം ചായക്കടക്കാരൻ ചായയുമായിട്ട് തുളസിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുളസിയാണെങ്കിൽ ചായ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പിന്നീട് മഞ്ജു ആണെങ്കിൽ ബാഗൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നല്ല വിഷമമുണ്ട്. അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, മഞ്ജു നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പോവാ ചേച്ചി. എന്താ, എന്ത് പറ്റി? നിൻ്റെ മുഖത്ത് എന്താ സങ്കടം? ഇത്രയും പെട്ടെന്ന് എന്താ കോളേജിലേക്ക് തിരിച്ചു പോകുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഒരു പ്രശ്നമില്ല ചേച്ചി. പിന്നെന്താ, കാര്യം പറയേ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛനെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് പോയേ മതിയാകൂ. എന്താ കാര്യം? കല്ലുമോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആളുകൾ വരികയല്ലേ, എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല ചേച്ചി, അതുകൊണ്ടേ ഞാൻ പോവുകയാണ്. എനിക്കതിനുള്ള മനക്കെട്ടി ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, എടി ഞാൻ സഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മീനാക്ഷിയാണെങ്കിൽ മഞ്ജിമയുടെ കൈ പിടിക്കുന്നു. ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അവസ്ഥ അത് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് പോകുന്നു. കല്ലുമോൾ ഉറങ്ങുകയാണെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അവൾ റൂമിനകത്തുണ്ട്, ഉറങ്ങിയിട്ടില്ല എന്ന്. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ കല്ലുമോളുടെ അടുത്തേക്ക് പോവുകയാണ്. മീനാക്ഷിക്കാണെങ്കിൽ മഞ്ജിമയുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. മീനാക്ഷിയും പുറകെ പോകുന്നു. അങ്ങനെ മഞ്ജിമ തൊട്ടിയിൽ കിടക്കുന്ന കല്ലുമോളെ എടുത്തിട്ട് തുരുതുരാന്ന് ഉമ്മ വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പോയാലേ ഈ ആൻറ്റിയെ മറക്കുമോ? നീ മറക്കും, എന്നെ കണ്ടാൽ പോലും ഇനി നീ തിരിച്ചറിയില്ല, പക്ഷേ ആൻറ്റിയുടെ കല്ലുമോളെ എപ്പോഴും ആൻറ്റി ഓർക്കും, കല്ലുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ ഇങ്ങനെ മഞ്ജിമ പറയുന്നു. അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് അവൾക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് വീണ്ടും കല്ലുമോളെ തുരുതുരാന്ന് മുമ്പ് വെച്ചുകൊണ്ട് മഞ്ജിമയാണെങ്കിൽ വിഷമത്തോടു കൂടി ആ തൊട്ടിൽ തന്നെ കിടത്തുകയാണ്. എന്നിട്ട് മീനാക്ഷിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ സങ്കടമാവുന്നു. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ അകത്തേക്ക് വന്ന് കല്ലുമോളയെ നോക്കി എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് സുഗുണനാണെങ്കിൽ ആശാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കള്ള് കുടിച്ച് എവിടെയോ തട്ടി വീണ് കയ്യിലെന്തോ ഒരു ഉളുപ്പ് പറ്റിയിട്ടുണ്ട് താനും. അങ്ങനെ സുഗുണനോട് ആശാൻ ചോദിക്കുന്നുണ്ട്, എടാ കുടിക്കുമ്പോൾ കുറച്ച് പാകത്തിന് കുടിച്ചാൽ പോരെ? അയ്യോ ഞാൻ ഒരു ഗ്ലാസ്സേ കുടിച്ചോളൂ, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല. അവിടേക്ക് ഗീതയും വരിക, സുഗുണ നീ എന്ത് പണിയായി കാണിക്കുന്നത്, നിനക്ക് നന്നായിക്കോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ചേ കുടിച്ചോളൂ എന്ന് വീണ്ടും സുഗുണം പറയുന്നു. പിന്നെ ഇവിടെ ആശാനുണ്ടല്ലോ, എന്ത് ഉളുക്കലുണ്ടായാലും ആശാൻ ശരിയാക്കി തരുമല്ലോ എന്ന് പറയുമ്പോൾ, ശരിയാണല്ലോ, ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് ചികിത്സിക്കാമല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടി ഇങ്ങോട്ട് പോരുന്നതും. അങ്ങനെ സുഗുണം പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഫീസൊക്കെ കൊടുക്കും, അതെ ഇവിടെ ഫീസ് വാങ്ങുന്നതൊന്നുമില്ല, മനസ്സറിഞ്ഞ് എന്തെങ്കിലും തന്നാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് ആശാനാണെങ്കിൽ അവനോട് കണ്ണടയ്ക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് ആ ഉളുക്കും ചതവൊക്കെ അങ്ങ് നൂർത്തി കൊടുക്കുകയാണ്. അവിടേക്ക് ഫിലോമിന വരുന്നുണ്ട്. ഫിലോമിന പറയുകയാണ്, ഇവനെന്താ ഇവിടെ കള്ള് കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ വീണ് ആശാന് പണിയുണ്ടാക്കാനായിട്ട് വരികയാണല്ലേടാ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നു. പിന്നീട് പ്രസന്ന പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഫിലോമിനയാണെങ്കിൽ ഗീതയോട് പറയുകയാണ്, ആശാനോടും. അവർ സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്, ആ മീനാക്ഷി പറയുന്നതൊക്കെ തന്നെ ശരിയാണ്. അന്ന് പ്രസന്ന എന്നോട് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വാടക ഗർഭപാത്രം എന്താണെന്നും അതുവഴി എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതൊക്കെ. ഇത് കേട്ടിട്ട് ആശാൻ പറയുന്നുണ്ട്, അതെ ആ കുട്ടി നല്ല കുട്ടിയാണ്, അതിൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തറവാടിത്തവും
ഐശ്വര്യവും അതിന് വാക്കുകളിൽ ഒരു കളങ്കവും ഇല്ല എന്നൊക്കെ ഗീതയും ആശാനും കൂടി പറയുന്നു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ കുട്ടിയെ അങ്ങ് സ്നേഹിച്ചേക്കാം. നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അതിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. പക്ഷേ ആ കുട്ടി ചെയ്ത നന്മ, അതായത് മീനാക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഗർഭപാത്രം കൊടുത്താൽ തൻ്റെ ഭാവി പോലും ആലോചിക്കാതെ ആണല്ലോ അത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. അതിന് നന്മ തന്നെ വേണമെന്നൊക്കെ പറയുമ്പോൾ സുഗുണം പറയുന്നുണ്ട്, ആര് പറഞ്ഞു അതിന് ഭാവിയില്ലെന്ന്? ഞാൻ അവൾക്ക് ഭാവി കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, ഒന്നിന് ഭാവി കൊടുത്തത് ഞങ്ങളെല്ലാവരും കണ്ടതാണ്. നാട്ടുകാരെല്ലാവരും സമ്മതിച്ചാലേ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ ഫിലോമിന തൻ്റെ അനിയനോട് പറയുന്നു. അങ്ങനെ സുഗുണനാണെങ്കിൽ അവിടെ നിന്ന് പോവുക. ഗീതയോടും ഫിലോമിനയോടും സംസാരിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് ആശാനും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നത് ചായക്കടയിലേക്കാണ്. അവിടെ തുളസീധരനാണെങ്കിൽ ചന്ദ്രമോഹനെയും കാത്തിരിപ്പാണ്. എന്നിട്ട് തുളസിയോട് പോയിട്ട് സുഗുണം ചോദിക്കുകയാണ്, അല്ല, ഈ ഗർഭപാത്രം കൊടുത്താലേ എത്ര കോടി കിട്ടും, എത്ര ലക്ഷം കിട്ടും? ലക്ഷങ്ങൾ കൊടുത്തിട്ടാണോടോ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഒരു സ്ത്രീ തീരുമാനിക്കുന്നത്? നോക്ക്, സ്വന്തം അവയവം എത്ര ലക്ഷം കൊടുത്താലും അത് ആ കുട്ടി ചെയ്ത നന്മയ്ക്ക് പകരമാകില്ല എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് തുളസിക്കാണെങ്കിൽ വല്ലാത്ത ഇറിറ്റേഷനാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും അയാൾ അതൊക്കെ ക്ഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ സുഗുണം വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ചൊക്കെ, അതായത് അമേരിക്കയിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അത്രേ. ഇതൊക്കെ നീ എങ്ങനെയാണ് അറിഞ്ഞത്? ടെസ്റ്റ് ട്യൂബിൽ നിന്നും പിന്നെ കുട്ടി അങ്ങോട്ട് വരികയാണല്ലോ. ഇത് കേട്ടിട്ട് സുഗുണം പറയുകയാണ്, എൻ്റെ കൂടെ പഠിച്ച പ്രീ ഡിഗ്രി വരെ എടുത്ത ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, അവനിതൊക്കെ അറിയാത്രേ. അങ്ങനെ ആശാൻ പറയുന്നുണ്ട്, എങ്കിലേ നീ ഒന്നും മിണ്ടാതിരിക്കും. പിന്നെ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുമ്പോൾ തൻ്റെ മോൾക്ക് സങ്കടമില്ലേ എന്തെങ്കിലും തുളസിയോട് ആശാൻ ചോദിക്കുന്നുണ്ട്. സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, കൊടുത്തല്ലേ മതിയാകൂ, അതൊരു കരാറല്ലേ എന്നൊക്കെ ഇങ്ങനെ തുളസി പറയുന്നു. പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറഞ്ഞാലേ ഒരുപാട് നാടീ മർമ്മങ്ങളൊക്കെ ചേർന്നുണ്ടാകുന്ന ബന്ധമാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും അമ്മയെ ഒരുപാട് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ചന്ദ്രമോഹൻ്റെ കാറ് വരുന്നുണ്ട്. അങ്ങനെ ഇതാ കാറ് വരുന്നതെന്നിങ്ങനെ സുഗുണം പറയുകയാണ്. വേഗം തന്നെ തുളസീധരൻ കാറിൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. ചന്ദ്രമോഹൻ കാറിൽ നിന്നും ഇറങ്ങുന്നു. എല്ലാവരും അയാളെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, സാറേ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. വേണ്ട, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, പിന്നീട് ഒരിക്കലാവാമെന്ന് പറഞ്ഞ് ചന്ദ്രമോഹനാണെങ്കിൽ തുളസിയെയും കൂട്ടിയിട്ട് കാറിൽ കയറി പോകുന്നു. എല്ലാവരും അവർ പോകുന്നു നോക്കി നിൽക്കുകയാണ്. ഈ സമയം മീനാക്ഷിയാണെങ്കിൽ വീട്ടിൽ കല്ലുമോളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ പൊന്ന്, അമ്മയെ വിട്ടിട്ട് പോവാൻ തീരുമാനിച്ചല്ലേ, നിനക്ക് അമ്മയെ കൂടെ കൂട്ടിക്കോടെ, അവിടെ ചെന്നിട്ട് അമ്മ ആയാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അമ്മയില്ലാതെ നീ പോകുമ്പോൾ അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കില്ല. കാരണം എൻ്റെ പൊന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ഇങ്ക് കുടിച്ചോ, ഉറങ്ങിയോ, അല്ലെങ്കിൽ എൻ്റെ പൊന്ന് വാശി പിടിക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ പൊന്നിനെ തല്ലുമോ എന്നൊക്കെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അമ്മ കൂടി വന്നോട്ടെ, സമ്മതിക്കില്ല അല്ലേ? കുഞ്ഞിനെ കൊണ്ടുപോകുന്നവരാരും അമ്മയെയും കൂടെ കൂട്ടാൻ സമ്മതിക്കില്ല. എൻ്റെ പൊന്ന് മിടുക്കിയായിട്ട് വളരണമെന്നൊക്കെ പറഞ്ഞ് കല്ലുമോളെ കെട്ടിപ്പിടിച്ച് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. ഈ സമയം തുളസിയാണെങ്കിൽ ചന്ദ്രമോഹനോട് ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾ വരില്ലെന്നാണ് ഞാൻ കരുതിയത്, അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ ഏട്ടാ? വാക്കിൻ്റെ വ്യവസ്ഥയില്ലാതെയാണല്ലോ ഓരോന്ന് കാണിച്ചു കൂട്ടിയത്. പിന്നെ ആ സാർക്ക് എങ്ങനെയുണ്ട്, മേനോൻ സാർക്ക്? ഇപ്പോൾ കുഴപ്പമില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാട്ടിലെത്തിയോ? നാട്ടിലെത്തിയിട്ടില്ല, ഇനി ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തും. സാറാണ് അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് ചേട്ടാ. അങ്ങനെ അവരാണെങ്കിൽ വീട്ടിലേക്ക് എത്തുക. ഇതാണോ പുതിയ വാടക വീട്? ഇത് തീരെ ചെറുതാണല്ലോ, സൗകര്യവും കുറവ്. എന്താ ചേട്ടൻ ആ വീട്ടിൽ നിന്നും ഇവിടേക്ക് വന്നത്? അത് അവിടെ വാടക കൂടുതലല്ലേ? അതിന് ഞാനാണല്ലോ ചേട്ടാ അവിടെ വാടക കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലാതെ ചേട്ടനില്ലല്ലോ. എന്തായാലും ഇവിടെ അതിൻ്റെ പകുതി വാടകയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇങ്ങോട്ട് മാറണമെന്നുള്ള കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ റീസണും സാർക്ക് അറിയാം. അവനവൻ്റെ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ഈ സൗകര്യമൊക്കെ മതി സാറേ എന്ന് പറഞ്ഞിങ്ങനെ തുളസിയാണെങ്കിൽ ചന്ദ്രമോഹനോട് സംസാരിക്കുന്നു. ഈ സമയം പ്രസന്നയെ തുളസി വിളിക്കുന്നുണ്ട്. ചന്ദ്രമോഹൻ സംസാരിക്കുന്നതൊക്കെ തന്നെ മീനാക്ഷി ജനാല് വഴി കാണുകയാണ്. അവൾക്കാണെങ്കിൽ ചന്ദ്രമോഹനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. തുളസി വിളിച്ചത് കാരണം കൊണ്ട് തന്നെ പ്രസന്ന അങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി സുഖമല്ലെന്ന് ചോദിക്കുമ്പോൾ പ്രസന്നയാണെങ്കിൽ മുഖം തിരിച്ചങ്ങനെ നിൽക്കുന്നു. എന്തായാലും പ്രസന്നയ്ക്കും കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിൽ സങ്കടവും മറ്റൊക്കെ തന്നെയുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.